കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. ഈ പരിശുദ്ധ റംസാൻ മാസത്തിലെ പ്രേക്ഷകരെ ഞങ്ങൾ പരിചയപ്പെടുന്നത് പെരിന്തൽമണ്ണയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മസ്ജിദ് ആണ്. ഏകദേശം 120 വർഷം പഴക്കമുള്ള വലിയൊരു മഹലാണ് പാതായ്ക്കര മഹല്. അവിടെയുള്ള പാതായ്ക്കര മസ്ജിദാണ്. മസ്ജിദിൻ്റെ കോമ്പൗണ്ടിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. പള്ളിയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ അല്ലേ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങളുണ്ട്. അതുപോലെ വൈസ് പ്രസിഡന്റ് അബുഹാജിയുണ്ട്. പള്ളിയുടെ ട്രഷറർ പച്ചേരി ഫാറൂഖ് ഉണ്ട്. പിന്നെ പള്ളിയിലെ ഇമാം ഖത്തീബ് മുഹമ്മദ് നിസാർ ഫൈസി അല്ലേ, നമ്മോടൊപ്പം ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ റമദാൻ മാസത്തിലിപ്പോൾ രണ്ടാമത്തെ പകുതിയിലേക്ക് കടന്നിരിക്കുന്നു. വിശ്വാസികളൊക്കെ ഏറ്റവും കൂടുതൽ പള്ളികളിൽ ഇരുന്ന് പ്രാർത്ഥനാ നിരതരാണ്. നമുക്ക് ആദ്യം തന്നെ പള്ളിയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളോട് ചോദിക്കാം. ഈ പള്ളി 120 വർഷം പഴക്കമുണ്ടെന്ന് മാത്രമല്ല, ഈ മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും വിശ്വാസികൾ ഏറ്റവും കൂടുതലും വരികയും ചെയ്യുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളിയെക്കുറിച്ചൊന്ന് പറയാം. ഈ പള്ളി 120 വർഷമായി ഇതിന് പഴക്കമുണ്ട്. ഇതിൻ്റെ ചരിത്രം, ഇത് ഒരു ഓലമേഞ്ഞ കെട്ടിടത്തിൽ തുടങ്ങിയതാണ്. ഇന്നത് വിപുലീകരിച്ച് ഈ നിലയിലെത്തി. ഈ മസ്ജിദിൻ്റെ കീഴിലാണ് പാതാക്കര സ്കൂൾ പടി മഹല്ല്, ഒലിങ്കര ജുമാ മസ്ജിദൊക്കെ ഈ പള്ളിയുടെ കീഴിലുള്ള പള്ളികളാണ്. വലിയൊരു മഹല്ലാണ് പാതാക്കര ജുമാ മസ്ജിദ്. പൂർവികരായിട്ട് അത് വളരെ ഭംഗിയായ രൂപത്തിൽ ഇന്ന് വരെ അള്ളാൻ്റെ അനുഗ്രഹത്തിൽ അത് ഭംഗിയായി നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ കീഴിൽ 4-5 മദ്രസകളുണ്ട്. മറ്റുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ പള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസം 1000 രൂപയോളം ഓരോ മാസം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകി വരുന്നുണ്ട്. അങ്ങനെ റിലീഫിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ രൂപത്തിൽ നടക്കുന്നുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും പരിശുദ്ധ റമദാനിൽ വിവിധ മേഖലയിൽ റിലീഫിൻ്റെ പ്രവർത്തനമുണ്ട്. ഇവിടെ വിശ്വാസികൾ വളരെ കൂടുതൽ സജീവമായി, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ സജീവമായി നിലകൊള്ളുന്നുണ്ട്. പള്ളിയിലെ ഇമാം ഖത്തീബ് മുഹമ്മദ് നിസാർ ഫൈസി, ഈ റമദാൻ മാസം രണ്ടാമത്തെ പകുതിയിലേക്ക് കടന്നു. വിശ്വാസികൾ ഇപ്പോൾ ഏത് സമയവും പള്ളിയിൽ തന്നെ മുഴുവൻ സമയവും പ്രാർത്ഥനാ നിരതരാണ്. വിശ്വാസികൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? വിശ്വാസികൾ വളരെ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. റമദാൻ കഴിയുന്നത് വരെയും അവർ ഈ ചൈതന്യം തുടരും. പക്ഷേ അതിന് ശേഷവും ഈ വിശുദ്ധിയും ഈ ചൈതന്യവും കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ലഹരിയുടെ ഒരു വ്യാപകമായ ടൈമാണ്. അതുകൊണ്ട് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളിലൂടെയൊക്കെ വിശുദ്ധി ആർജിച്ച് ലഹരിയോട് രാജിയാവാൻ നമ്മുടെ കുട്ടികളോടും യുവാക്കളോടും നമ്മുടെ സമൂഹത്തോടും മൊത്തം ഒരു പറയൽ ആവശ്യമാണ് എന്നാണ്. പാതായ്ക്കര പള്ളിയിലെ പള്ളിയുടെ ട്രഷററും പൊതുപ്രവർത്തകനും ഒക്കെയായ ഈ നാട്ടിലെ സുപരിചിതനായ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന പച്ചേരി ഫാറൂഖ് നമ്മോടൊപ്പമുണ്ട്. ഉസ്താദ് പറഞ്ഞ പോലെ ലഹരിക്കെതിരെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി മഹല്ല് തലത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ നമ്മുടെ നാട്ടിലെ ലഹരി എന്ന വിപത്തിനെ തടയാനും നീക്കാനും ഓടിച്ചുവിടാനും ലഹരി മാഫിയയെ തകർക്കാനും പറ്റും. അത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാം? ഈ ആധുനിക കാലഘട്ടത്തിൽ ലഹരി ഉപയോഗം വിദ്യാർത്ഥികളുടെ വിദ്യാലയങ്ങളിൽ അതിഗുരുതരമായ രീതിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഒട്ടനവധി കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളിലൊക്കെ ഹേതു ലഹരി ഉപയോഗമാണ്. അതും ചെറിയ പ്രായക്കാരായ 25-ന് ചുവടെയുള്ള വിദ്യാർത്ഥികളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ ലഹരി ഉപയോഗം എത്രമാത്രം ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ മുഴുവൻ ജാതി മത രാഷ്ട്രീയത്തിനതീതമായ കൂട്ടായ്മകൾ ഇതിന് രൂപപ്പെടേണ്ടതുണ്ട്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മതസംഘടനകളാണ്. മതസംഘടനകൾ നേതൃത്വം കൊടുത്താൽ മാത്രമേ അത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്കൊക്കെ ഉണ്ട്.
അത് സംഘടനാപരമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ അതേപോലെ തന്നെ മറ്റു മതസംഘടനകളുടെയും നേതൃത്വത്തിൽ ഈ റംസാൻ കഴിഞ്ഞതിന് ശേഷം ഇതിന് വ്യാപകമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് കർശനമായ നടപടിയിലേക്ക് മഹല്ല് കമ്മിറ്റികളുടെ നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഘടനാ സംവിധാനത്തിൽ. വളരെ നല്ലൊരു സന്ദേശമാണ് ഇവിടുത്തെ ഇമാം ഖത്തീബ് മുഹമ്മദ് ഫൈസി പറഞ്ഞത്. നിസാർ ഫൈസി അല്ലേ? നിസാർ ഫൈസി പറഞ്ഞത് റംസാൻ രണ്ടാമത്തെ പകുതിയിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാ വിശ്വാസികൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. ലഹരിക്കെതിരെ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ തങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മഹല്ലിലെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാധാരണക്കാരെ സഹായിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വളരെ മാതൃകാപരമാണ്. മറ്റ് മഹല്ലുകൾക്ക്, മറ്റ് വിവിധ സംഘടനകൾക്കും മാതൃകാപരമായ ഒരു കാര്യമാണ്. പള്ളിയുടെ ട്രഷറർ പച്ചേരി ഫാറൂഖ് വളരെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ റംസാൻ മാസം അവസാനിക്കുമ്പോൾ തന്നെ മതസംഘടനകൾ, ജമിയത്തുൽ ഉലമ ഉൾപ്പെടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉൾപ്പെടെ എല്ലാവരും അവരുടെയും കീഴിൽ ഇവിടെ ലഹരിക്കെതിരെ ശക്തമായ ഒരു ബോധവൽക്കരണ പ്രചാരണ പരിപാടി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് ഈ മതേതര സംവിധാനത്തിൽ നിയമവശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വലിയ ബോധവൽക്കരണത്തിന് തന്നെ അത് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഈ മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. പല മഹല്ലുകളിലും അത് തുടക്കമിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ പാതായിക്കര മഹല്ലിലും അതിന് എത്രയും പെട്ടെന്ന് തുടക്കമിടാൻ തന്നെയാണ് പള്ളി ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ലഹരിക്കെതിരെയുള്ള തുറന്നൊരു യുദ്ധമായി മാറട്ടെ എന്നാണ് ഞങ്ങളും ആശംസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട്, നിള 24 ലൈവ്.